ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യം വന്നിരിക്കുന്നത് നമ്മൾ ബസ്സിൽ മേടിച്ചിട്ടുള്ളതാണ്. ബസ്സിൽ വെച്ചാൽ നമ്മൾ വയനാട് ചുരം പോലെ അല്ല താമരശ്ശേരി ചുരം പോലെ നമ്മളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മാപ്പിൽ. അപ്പോൾ മാപ്പ് എടുക്കുക, നമ്മളെ മാപ്പ് എടുത്തിട്ട് നമ്മൾ പടാങ് സിറ്റിയിലേക്ക് പോവുക. പടാങ് സിറ്റി ബുക്കിയിട്ട് സിറ്റി ഉണ്ട്. അപ്പോൾ പടാങ് സിറ്റി തൊട്ട് അവിടെ വരെയാണ് പോകേണ്ടത്. അപ്പോൾ അല്ലാണ്ട് ആടം തൊട്ട് പടാങ്ങിലേക്ക് വന്നാൽ നടക്കത്തില്ല. അപ്പോൾ ചുരം ഇറങ്ങുകയായിരിക്കും ചെയ്യുക. അപ്പോൾ പടാങ്ങിൽ തൊട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചുരം കയറി ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ബസ് മിനിച്ചർ. നമ്മളെന്തായാലും ഇങ്ങനെ തന്നെ പോകുക. അപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡിലായിട്ടുണ്ടാകുക. ബസ് സ്റ്റാൻഡിൽ നേരെ പിടിച്ച് നമ്മളെ പാലം കാണാൻ ഇത് എങ്ങോട്ട് വളയ്ക്കുക. ഇത് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നേരം നീലക്കഥയാണ് അറിയാത്തവർക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ തോണിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ റൂട്ടിൽ തന്നെ പോവുക. വൈദ്യുതി പോയാൽ വേറെ ഇടത്തേക്ക് എത്തുക. അതുകൊണ്ട് നമുക്ക് കൃത്യ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഈ ബൈക്കിലൂടെ തന്നെ പോവുക. അപ്പോൾ ഈ പാലത്തിൽ കൂടെ നമ്മൾ കയറുക. അപ്പോൾ അതിലെ പഠിക്കാനും പാലത്തിൽ കൂടെ കയറുക. അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും പാലത്തിൽ കൂടെ കയറി പോവുക. അപ്പോൾ നിങ്ങൾ ഈ ബസ് മിനിച്ചറിൽ അടുത്ത നമ്മൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കിക്കർ DD JBL ബോട്ടിൻ്റെ സ്പീക്കറൊക്കെ കയറ്റി എങ്ങനെയാണെന്നൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെയുള്ള വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെറിച്ച് പോകാനും പ്രശ്നമില്ല. നമ്മൾ വളച്ചെടുക്കണം. വളയ്ക്കുന്ന തന്നെ നമ്മൾ മറ്റേ ആക്സിലേറ്റർ ഞെക്കരുത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്നും പിടിക്കാണ്ട് തന്നെ വളച്ചാൽ മതി. എന്നാൽ റെഡി ആയിട്ട് വളയ്ക്കുക. അല്ലാണ്ട് ആക്സിലേറ്റർ പിടിച്ച് നോക്കിയാൽ ഒറ്റ പോക്കായിരിക്കും. നമ്മളെന്തായാലും അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള പടാങ് സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ വേറെ സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഒരു വളവുണ്ട്. ഈ വളവിൽ ഈ ഒരു പച്ച ലോറി കാണുന്നില്ലേ, ഈ ലോറി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് വഴി കൂടിയാണ് പോകേണ്ടത്. അതിലൂടെയാണ് പോകേണ്ടത്. നിങ്ങൾ നേരെ പോവുക. അപ്പോൾ ഈ വഴിക്ക് തന്നെ പോയാൽ ഒരു സ്ഥലം ലോഡാവും. കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയാൽ സ്ഥലം ലോഡാവും. അപ്പോൾ ഗൈസ് ലോഡായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ സ്ഥലം ലോഡാവും. അപ്പോൾ നമ്മൾ നേരെ എത്തിയത് നമ്മൾ ചുരത്തിൻ്റെ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇനി ഫുള്ളും മലയും ചുരമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇത് കിട്ടില്ലം വഴിയാണ്. കിട്ടില്ലം വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളെല്ലാം ചുരവും ടൂറെല്ലാം പോകണം ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബസ്സിൽ നമുക്ക് ചുരത്തിൽ കാര്യങ്ങളൊക്കെ കയറാം. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ അടിച്ച് നമുക്ക് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. അല്ല നമ്മൾ സൂക്ഷിച്ചെല്ലാം പോകും. അപ്പോൾ നമ്മളെന്തായാലും മയം കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫോണിലൊക്കെ ആണെങ്കിൽ FPS ഇതെല്ലാം കുറച്ച് ഗ്രാഫിക്സ് എല്ലാം കുറച്ച് വയ്ക്കുക. നമ്മളെന്തായാലും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ചുരത്തിൽ എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് മിനിച്ചറിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, പല കൺട്രോൾ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ ബസ്സൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതൊക്കെ ഇപ്പോൾ വേറെ വീഡിയോ വരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ വരും. നമുക്കെന്തായാലും ചുരത്തിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ എത്താനായി കുറച്ചും കൂടി ഇന്ന് പോയെത്തു. നമുക്കെന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് പോയാൽ ചുരത്തു. നമ്മളിപ്പോൾ ഈ പല സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിലേക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയും കാര്യങ്ങളും കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മൾ ആദ്യത്തെ വീഡിയോൻ്റെ കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിച്ച് സെറ്റാക്കിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതാ അടുത്ത രണ്ടാമത്തെ പാലം എത്തിയിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞാൽ നേരെ പോയാൽ ചോരാണ് ഗൈസ്. നിങ്ങൾ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇതിലൊന്നും കൂടി പറയാണ്. അപ്പോൾ ഇതൊരു കിട്ടിലും ചോരയാണ് ഗൈസ്. അപ്പോൾ പല അപകടമെല്ലാം ഉണ്ടാകും ഇവിടെ. എന്ന് വെച്ചാൽ ലോറിയൊക്കെ ഇടിക്കുന്ന ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ വിട്ടാൽ ഈ റോഡ് തന്നെ വിട്ടാൽ മതി. നമുക്ക് അയച്ച് കുറച്ച് വലുപ്പം വെച്ച് ഈ റോഡിന് ഈ നേരെ ചോരാണ് ഗൈസ്. അതാ മുന്നിൽ കാണുന്ന ചോരാണ് ഗൈസ്. ചുരം നമ്മൾ താമരശ്ശേരി ചുരത്തിലെത്തിയിരിക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ വയനാട് ചുരം, ഏത് ചുരം എന്ന് വെച്ചാൽ പറയാം. ഇതിപ്പോൾ ഇന്ത്യൻ ദേശീയത്തെ റെഡിക്കുള്ളൊരു ചുരമാണ്. ഇത് റെഡിക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ഇന്ത്യൻ ദേശീയത്തെ. നമ്മളിത് ചുരം കയറിയാണ് ഗൈസ്. നല്ല പണിയായി ഗൈസ് ചുരം കയറണമെങ്കിൽ. ഇട്ടില്ല പോലത്തെ പണിയാണ്. അപ്പോൾ ബ്രേക്കൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഒറ്റ പോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇറങ്ങുന്നേരം ഭയങ്കര പണിയാണ് ഗൈസ്. ഇറങ്ങുന്നേരം ബമ്പറൊക്കെ തട്ടി പൊട്ടി പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങിച്ചേരി 2 ഡാൻസെല്ലാം കളിക്കാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ചുരം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ചുരം. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വീഡിയോ കാണുന്ന പോലെയല്ല, നമ്മൾ കളിക്കുന്നേരം വേറെ തന്നെ ഒരു വൈബാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അധികമാർക്ക് പറയുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെന്തായാലും വ്യൂവിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ
ഒരു മലേൻ്റെ മേലത്തെ ചുരത്തിലാണ് ഗൈസ് നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും കിടിലാക്കണം, കിടിലാക്കൂലേ ഗൈസ്. ഇതാണ് നല്ല ഇറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ ബസ്സിലത്തെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് ആയിക്കോട്ടെ. നമ്മളെ JBL ബോട്ട് എല്ലാവിധ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, അപ്പോൾ സ്പീക്കറിൻ്റെ പവറും ബാക്കെല്ലാം നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട്.